അപ്പോൾ മോറസ് ജനസിലെ മോറേസിയ ഫാമിലിയിൽപ്പെട്ട മോറസ് ആൽബ എന്ന് പറയുന്ന ഒരു മൾബറി വെറൈറ്റിയാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് വൈറ്റ് മൾബറി എന്നാണ് കോമൺ നെയിം. ഇത് ഇന്ത്യയിലും കേരളത്തിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു മൾബറിയാണ്. ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മൾബറിയാണ്. ഹിന്ദിയിൽ ഇതിന് ഷഹദൂദ് എന്നും മലയാളത്തിൽ വെള്ളപ്പരിക്ക് അല്ലെങ്കിൽ മൾബറി എന്നും നമ്മൾ വിളിക്കാറുണ്ട്. തമിഴിൽ വെൺനെല്ലി, പിന്നെ ചൈനീസിൽ ബായിസങ്, ജപ്പാനീസിൽ സീറോ ഗുവ, പിന്നെ സിൽക്ക് മൾബറി എന്നും റഷ്യൻ മൾബറി എന്നൊക്കെ കോമൺ ആയിട്ട് ഇംഗ്ലീഷ് പേരുകൾ ഇതിനുണ്ട്. ഈ മോറസ് ആൽബ ചൈനീസ് നേറ്റീവ് ആണ്. 1000 കൊല്ലങ്ങളോളമായിട്ട് ഇതിൻ്റെ കൾട്ടിവേഷൻ ചൈനയിൽ നടന്നു വരും. പക്ഷേ പ്രധാനമായും ഇത് കൃഷി ചെയ്ത് വന്നത് ബോംബിക്സ് മോറി എന്ന സയന്റിഫിക് നെയിമുള്ള പട്ടുനൂൽപ്പുഴുക്കളെ കൃഷി ചെയ്യാനായി. പിന്നീട് ഇത് പല ക്ലൈമറ്റുകളിൽ വളരെ ഈസി ആയിട്ട് അഡാപ്റ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, പിന്നെ അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ വിപുലമായി ഇതിൻ്റെ കൃഷി സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് ഇത് കോമൺ ആയിട്ട് പലയിടങ്ങളിലായിട്ട് നമുക്ക് കാണാം. കാട്ടുചെടി പോലെ തന്നെ കാണാം. ഇന്ത്യയിൽ ഇത് ഇഷ്ടം പോലെയുണ്ട്. ഇതിൻ്റെ ഫ്രൂട്ടിന് 100 ഗ്രാം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കലോറീസ് ഒരു 43 കിലോ കലോറി വരും. കാർബോഹൈഡ്രേറ്റ്സ് 9.8 ഗ്രാംസ്, ഷുഗർ 8 ഗ്രാം, ഡയറ്ററി ഫൈബേഴ്സ് 1.7 ഗ്രാം, പ്രോട്ടീൻ 1.4 ഗ്രാം, ഫാറ്റ് 0.4 ഗ്രാം. പിന്നെ ഇതിൻ്റെ 36% വൈറ്റമിൻ സി ആണ്, 39 mg കാൽഷ്യം, പിന്നെ 1.9 mg അയണും. അതുകൂടാതെ ഇഷ്ടംമാതിരി ഫൈറ്റോ ന്യൂട്രിയൻസും ഉണ്ട്. മെയിനായിട്ട് റെസ്വെറട്രോൾ, കൊറോജനിക് ആസിഡ്, പിന്നെ ആന്ത്രോസയനിൻസ് ഡാർക്കർ വെറൈറ്റീസിൽ. ഈ മൾബറീസിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഭയങ്കര യൂണീക്കാണ്. ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന റെസ്വെറട്രോൾ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതായത് ക്രോണിക് ഡിസീസസിനെ ട്രീറ്റ് ചെയ്യാനല്ല, വരാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ന്യൂറോ പ്രൊട്ടക്ഷനും യൂസ്ഫുൾ ആണ്. അതായത് ബ്രെയിൻ ഫങ്ഷൻ സപ്പോർട്ട് ചെയ്യും, പിന്നെ ന്യൂറോ ഡീജനറേഷൻ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് ഈ റെസ്വെറട്രോൾ. പിന്നെ ഇതിൻ്റെ അകത്തുള്ള വൈറ്റമിൻ സിയും അയണും ഇമ്മ്യൂൺ ഫങ്ഷൻ ബെറ്റർ ആക്കി ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള 1-ഡിയോക്സിനോറിമൈസിൻ എന്ന് പറഞ്ഞ DNJ കണ്ടന്റ് ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതായത് ലോവർ ഗ്ലൂക്കോസ് സ്പൈക്സിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചില സ്റ്റഡീസ് LDL കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഈ മൾബറീസ് സഹായിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഫ്രൂട്ടിന് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്ട്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഫിനോളിക് കോമ്പൗണ്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ അത് സെല്ലുലാർ ഇൻഫ്ലമേഷൻസ് റെഡ്യൂസ് ചെയ്യും. ഇതിൻ്റെ ഒരു മെഡിസിനൽ യൂസേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ TCM, പിന്നെ ആയുർവേദത്തിലൊക്കെ ഇത് ഇഷ്ടംമാതിരി യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇതിൻ്റെ ഇലകൾ ഡയബറ്റിസ്, പനി, പിന്നെ സോർ ത്രോട്ട്സ് ഒക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ഇതിൻ്റെ ഇലകൾ ചീരയില കറി വയ്ക്കുന്നവർ കറി വയ്ക്കാനും പിന്നെ ചായ എടുക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഫ്രൂട്ട് എക്സ്ട്രാക്ട്സ് വൈറ്റാലിറ്റി ബൂസ്റ്റേഴ്സും ബ്ലഡ് ടോണിക്സിനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ മരത്തൊലിയും വേരുകളും ചൈനീസ് മെഡിസിൻസിൽ ചുമ, റിമാറ്റിസം, എഡിമ എന്നീ രോഗങ്ങൾക്കായിട്ട് ചികിത്സിക്കാനായിട്ട് യൂസ് ചെയ്ത് പോരുന്ന ഒന്നാണ്. ഈ എഡിമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ നീർവീക്കം, അതുപോലെ തന്നെ റിമാറ്റിസം എന്ന് പറഞ്ഞാൽ വാദം. പിന്നെ മോഡേൺ ടൈംസിൽ, അതായത് ഇക്കാലത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രാക്ട്സ് ലിവർ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും സ്കിൻ റിജുവനേഷനും പിന്നെ മെറ്റബോളിക് ബാലൻസ് ട്രീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉള്ള സപ്ലിമെൻറ്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സപ്ലിമെൻറ്റ് ടോണിക്കായിട്ട് വാങ്ങിച്ച് കഴിക്കുന്നതിന് പകരം നമ്മുടെ ഗാർഡനിലുള്ള ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് പറിച്ച് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് പോക്കറ്റിന് നല്ലതായിരിക്കും, പിന്നെ ഹെൽത്ത് വൈസും വളരെ നല്ലതായിരിക്കും. കാരണം നമുക്ക് കിട്ടുന്ന സപ്ലിമെൻറ്റ്സ് യൂഷ്വലി പ്ലാസ്റ്റിക് കുപ്പികളിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഒരു ബൊട്ടാനിക്കൽ ഡിസ്ക്രിപ്ഷനിലേക്ക് വരാം. അപ്പോൾ ബൊട്ടാനിക്കൽ ഡിസ്ക്രിപ്ഷനിലേക്ക് വന്നേക്ക് മുമ്പ് എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ മൾബറീസ് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴേക്കും 3 മെയിൻ വെറൈറ്റീസ് ആണ് വരുന്നത്. അതായത് മോറസ് റുബ്ര, മോറസ് ആൽബ ആൻഡ് മോറസ് നെഗ്ര. അപ്പോൾ നമുക്ക് ഈ ബൊട്ടാനിക്കൽ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടാണ് ഇത് മോറസ് ആൽബയാണ് എന്ന് നമ്മൾ വിലയിരുത്തിയത്. അതായത് മോറസ് ആൽബയ്ക്ക്, അതായത് ഇതിന് ലീവ്സിൻ്റെ പുറംഭാഗം നല്ല ഗ്ലോസിയാണ്, സ്മൂത്താണ്, പിന്നെ അണ്ടർനീത്തും നല്ല സ്മൂത്താണ്. എന്ന് വെച്ചാൽ അടിഭാഗം വളരെ സ്മൂത്താണ്. അതേസമയം മോറസ് റുബ്രയ്ക്കാണെങ്കിൽ ലീവ്സ് കുറച്ച് റഫ് ആയിരിക്കും മോൾ ഭാഗം, പിന്നെ അടിഭാഗത്ത് നല്ല ഹെയറി ആയിരിക്കും. അതേസമയം നിഗ്രയുടെ ഇലകൾക്കാണെങ്കിൽ മോൾ ഭാഗവും അടിഭാഗവും നല്ല റഫ് ആയിരിക്കും, അതായത് ഒരു സാൻഡ് പേപ്പറിലിട്ട് വരയ്ക്കണ മാതിരി തന്നെ ഇരിക്കും. മോറസ് ആൽബേനെ വിളിക്കുന്നത് വൈറ്റ് മൾബറി എന്നാണ്, മോറസ് നിഗ്രേനെ ബ്ലാക്ക് മൾബറി എന്നും മോറസ് റുബ്രേനെ റെഡ് മൾബറി എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെ വിളിക്കുന്നത് വൈറ്റ് മൾബറി എന്നാണ്. പക്ഷേ ഇതിൻ്റെ കളർ വേരി ചെയ്യുന്നത് വൈറ്റ്, പിങ്ക്, പർപ്പിൾ, ബ്ലാക്ക് ഇത്രയും കളറുകളിൽ ഇത് വേരി ചെയ്യും. അതുപോലെ തന്നെ ഈ ഫ്രൂട്ടിന് മാക്സിമം ഒരു 2 സെൻറ്റിമീറ്റർ വരെ നീളെ വെക്കുകയുള്ളൂ. അതേസമയം മോറസ് റുബ്രയ്ക്ക് ആണെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട് റെഡിഷ് തൊട്ട് ഡാർക്ക് പർപ്പിൾ വരെ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രൂട്ട് കുറച്ചും കൂടെ ലോങ്ങർ ആയിരിക്കും, ഒരു 2 to 3 സെൻറ്റിമീറ്റർ വരെ ലെങ്ത്ത് വെക്കും. മോറസ് നിഗ്രയ്ക്ക് ആണെങ്കിൽ നല്ല ഡീപ്പ് പർപ്പിൾ ആയിരിക്കും, ബ്ലാക്ക് ഫ്രൂട്ടും ആയിരിക്കും, നല്ല ജ്യൂസി, നല്ല ഫ്ലേവർഫുള്ളും ആയിരിക്കും. അതാണ് ദി ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾബറീസിൽ. മോറസ് ആൽബ ഒരു ചൈനീസ് വെറൈറ്റിയും, മോറസ് നിഗ്ര ഒരു വെസ്റ്റ് ഏഷ്യൻ വെറൈറ്റിയും, മോറസ് റുബ്ര ഒരു നോർത്ത് അമേരിക്കൻ
ഇന്ത്യൻ വെറൈറ്റിയുമാണ്. ഇതിൻ്റെ അത് തന്നെ വെസ്റ്റ് ഏഷ്യൻ വെറൈറ്റിയാണ് ഏറ്റവും ടേസ്റ്റ്ഫുൾ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ഒരു മരത്തൊലി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോറസ് ആൽബയ്ക്കുള്ളത് ഒരു ടാൻ കളറിലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറ് മരത്തൊലിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ അത് കുറേ ടെക്സ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അത് കണ്ട പോലെ തന്നെ താഴേന്ന് പോലെ ഒരുപാട് ബ്രാഞ്ചസ് ഇതിന് ഉണ്ടാവും, മറ്റേ മണ്ണീന്ന് അവിടെ നിന്ന് പോലെ തന്നെ. അതാണ് മോറസ് ആൽബയുടെ ഒരു വേറൊരു പ്രത്യേകത. മോറസ് റുബ്രയുടെ തടിയാണെങ്കിൽ കുറച്ച് ഗ്രേ ആയിരിക്കും, സ്കെയിലി ടെക്സ്ചേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഒറ്റ തടിയായിരിക്കും, സിംഗിൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒറ്റ തടിയായിരിക്കും ഈ മരത്തിന്. ഈ മോറസ് നിഗ്രയുടെ ആണെങ്കിൽ നല്ല ഡാർക്ക് തടിയാണ്, അതുപോലെ തന്നെ നല്ല പൊരിപ്പിലും ഉണ്ടാവും, പിന്നെ ചെറുതായിരിക്കും, കുറച്ചും കൂടെ ബുഷി ആയിട്ടായിരിക്കും നിൽക്കുന്നത്. പിന്നെ മോറസ് ആൽബ, അതായത് ഇതാണ് സിൽക്ക് വേംസിനെ റെയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ മോറസ് ആൽബയുടെ ഫ്രൂട്ട് നന്നായിട്ട് പഴുത്ത ഒരു ബ്ലാക്ക് കളറോളം വരും. അന്നേരം അത്യാവശ്യം ഒരു മൈൽഡ് സ്വീറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ചെറിയൊരു പുളിയും ഉണ്ടാവും. ചില സമയം നല്ല ബ്ലാങ്ക് ആയിട്ടുള്ള ടേസ്റ്റും ഉണ്ടാവും. പച്ചക്കാണെങ്കിൽ അത്യാവശ്യം നല്ല പുളിയാണ്. മോറസ് റുബ്രയ്ക്കാണെങ്കിൽ റെഡ് ആകുമ്പോഴേക്കും ചെറിയ പുളിയാണ്, അതുപോലെ തന്നെ സ്വീറ്റനാവും കുറച്ചും കൂടി ഡാർക്കർ ആയി വരുമ്പോഴേക്കും. പിന്നെ മോറസ് നിഗ്രയ്ക്കാണെങ്കിൽ നല്ല ഇൻറ്റൻസ് ഫ്ലേവറാണ്. അതാണ് ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റിംഗ് മൾബറീസാണ് ഈ മോറസ് നിഗ്ര. പിന്നെ ഈ വെറൈറ്റീസിൻ്റെ റൂട്ട്സ് റോഷൻ കൺട്രോൾസിന് ഏറ്റവും ബെസ്റ്റാണ്, കാരണം ഇത് കുറച്ച് ഡീപ്പായിട്ട് നല്ല സ്പ്രെഡ് ആയിട്ടുള്ള റൂട്ട്സ് ആണ് ഇതിനുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് വളരെ ചെറിയ ഫ്ലവേഴ്സാണ്. പിന്നെ ഒരു 10 to 20 മീറ്റർ വരെ ഹൈറ്റ് വെച്ച് കുറച്ച് ഷ്രബി ആയിട്ട് നിൽക്കുന്ന ഒരു ട്രീ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്ലൈമറ്റ്സിൽ ഇത് അഡാപ്റ്റബിൾ ആണ്. സോയിൽ വെൽ ഡ്രെയിൻഡ് ലോമി സോയിൽസ് ആണ് ഏറ്റവും നല്ലത്. പിന്നെ ഫുൾ സൺലൈറ്റ് വേണം, ഒപ്റ്റിമൽ ഫ്രൂട്ട് പ്രൊഡക്ഷന് നല്ല സൺലൈറ്റ് വേണം. അതുപോലെ തന്നെ കുറച്ച് വെള്ളം മതി. വരൾച്ചയിലും അത്യാവശ്യം ഇത് വളരും, അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ. ടെമ്പറേച്ചർ ആണെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, അതായത് 10 to 35 ഡിഗ്രി സെൽഷ്യസ് വരെയും ഇത് ഓക്കെയാണ്. അപ്പോൾ വെള്ളമൊന്നും അധികം വേണ്ടാത്തതുകൊണ്ട് തന്നെ ഒരുപാട് മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും ഗാർഡനിലേക്കൊക്കെ പറ്റിയൊരു ട്രീ തന്നെയാണിത്. അപ്പോൾ 1000 കൊല്ലങ്ങൾക്ക് മുമ്പേ മുതൽ ഇതിൻ്റെ കൾട്ടിവേഷൻ തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ ഇതിന് ഒരുപാട് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് കാണും. ചൈനയിൽ ഇത് ട്രീ ഓഫ് സിൽക്ക് ആൻഡ് പ്രോസ്പെരിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ചൈനീസ് യെല്ലോ എംപറർ ഹുവാങ് ദി സിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് ഇതിൻ്റെ കൾട്ടിവേഷൻ ബൂസ്റ്റ് ചെയ്തു എന്നും പറയുന്നുണ്ട്. ഇത് ചൈനീസ് ട്രേഡ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിച്ചു. അതുകൊണ്ട് തന്നെ ഇത് വെൽത്തിൻ്റെയും ഇൻഡസ്ട്രിയലൈസേഷൻ്റെയും ഇമ്പീരിയൽ പവറിൻ്റെ ഒക്കെ സിമ്പിളായി മാറി ചൈനയിൽ. ഗ്രീസിലാണെങ്കിലോ ഇത് സിമ്പിൾ ഓഫ് ട്രാജിക് ലവ്, അതായത് പിറാമസിൻ്റെയും തിസ്ബയുടെയും രക്തമാണ് ഈ വെള്ള മൾബറിയെ റെഡാക്കി മാറ്റിയതെന്നാണ് ഗ്രീക്ക് മിത്തോളജിയിലെ കഥകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രീസിൽ ഇത് ലവ്, സാക്രിഫൈസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ സിമ്പിളൈസ് ചെയ്യുന്ന ഒന്നാണ്. നോർത്ത് അമേരിക്കയിലാണെങ്കിൽ ഒരു സീക്രട്ട് ട്രീ തന്നെയാണ്, അതായത് സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ വേൾഡ് തമ്മിലുള്ള ഒരു ബാലൻസ് കൊണ്ടുവരുന്ന ഒരു ട്രീ. അതുകൊണ്ട് തന്നെ ഇത് റിച്വൽസിലും ഹീലിംഗ് പ്രാക്ടീസസിലും ഓഫറിങ്സിലും ഒക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ഇതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് കാരണം ഇതിനെ വിളിക്കുന്നത് ട്രീ ഓഫ് ഹീലിംഗ് ആൻഡ് ഹാർമണി എന്നാണ്. സിമ്പിളൈസ് ചെയ്യുന്നത് നേച്ചർ ആയിട്ടുള്ള ഹാർമണിയും ഹെൽത്തും. ഇതൊക്കെ ട്രഡീഷണൽ കൾച്ചറൽ സിഗ്നിഫിക്കൻസ്. ഇനി മോഡേൺ സിംബോൾസിൽ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന റെസിലിയൻസും സിംപ്ലിസിറ്റി. ഈ പ്ലാന്റിന്റെ ടോക്സിറ്റിയിലേക്ക് വരാം. ഈ പ്ലാന്റിന്റെ എല്ലാ പാർട്സും തന്നെ സേഫ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. പലതും തന്നെ മെഡിസിനലായിട്ടും പിന്നെ നോർമലായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ എന്നുകൊണ്ട് വാരി വലിച്ച് കഴിച്ച് കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഡിസ്കംഫർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നേക്കാം. ഇനി ഇതിൻ്റെ ഒരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറികൾച്ചറിൻ്റെ ഒരു മെയിൻ ബേസ് തന്നെയാണ് ഈ മൾബറി പ്ലാന്റ്. അതായത് സിൽക്ക് വേംസ്, പട്ടുനൂൽ പുഴുക്കളുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഫുഡാണ്, ഒരു എക്സ്ക്ലൂസീവ് ഫുഡാണ് ഈ പ്ലാന്റ്. അതുപോലെ തന്നെ വേറെ ജീവജാലങ്ങൾക്ക്, ബേർഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ സ്ക്യൂറൽസ് ആണെങ്കിലും എല്ലാത്തിനും തന്നെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഫുഡ് കൂടിയാണിത്. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഒരുവിധമുള്ള വരൾച്ചയൊന്നും ഇതിനെ ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ സോയിലിൻ്റെ ക്വാളിറ്റി കൂട്ടാനും സോയിൽ ഇറോഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ റീഫോറസ്ട്രേഷനും ഒക്കെ തന്നെ ഇത് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇതൊക്കെയും കൂടെ കൂടി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വണ്ടർ പ്ലാന്റ് ആണ്. ഇത് എന്തുകൊണ്ടും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. മെഡിസിനൽ യൂസേജ് ആണെങ്കിലും എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ആണെങ്കിലും കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ആണെങ്കിലും എന്താണെങ്കിലും ഇതിന് ഒരുപാട് സിഗ്നിഫിക്കൻസും ഉണ്ട്. എന്നാൽ വലിയ കെയറും വേണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.